ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിൻ്റെ വലയത്തിലായിരിക്കാൻ ദൈവം നമുക്ക് തന്നിട്ടുള്ള വലിയ സാവകാശത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എല്ലാവർക്കും ലഭിക്കാത്ത വലിയ ഭാഗ്യമാണ് ദൈവവചനം കേൾക്കാനും കേൾപ്പിക്കാനും നമുക്ക് ലഭിക്കുന്നത്. വചനം ശ്രദ്ധിക്കാൻ പറ്റുന്ന കാതുകൾ ഭാഗ്യമുള്ളതാണ്. വചനം ഗ്രഹിക്കാൻ പറ്റിയ ഹൃദയവും ഭാഗ്യമുള്ളതാണ്. വചനം ഉൾക്കൊള്ളാൻ പറ്റിയ ഉത്തരം ഭാഗ്യമുള്ളതാണ്. മറിയം യേശുക്രിസ്തുവിനെ ഉത്തരത്തിൽ സ്വീകരിച്ചു, ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും ചെയ്തു. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ വചനം ദൈവനാമത്തെ മഹത്വത്തിനായി ശരീരത്തിൽ ഉൾക്കൊള്ളാനും ഹൃദയത്തിൽ സ്വീകരിപ്പാനും നമുക്ക് സാധിക്കട്ടെ. കഴിഞ്ഞ എപ്പിസോഡിൽ നാം കേട്ടിട്ടുള്ള ദാവീദിൻ്റെ ചില സവിശേഷതകളായിരുന്നു. ദാവീദ് ഒന്നാമതായി നമ്മൾ പഠിച്ചത് ഒരു നല്ല ഇടയനായിരുന്നു. ആടുകൾക്ക് വേണ്ടി സിംഹത്തോടും കരടിയോടും മല്ലിട്ട് അതിനെ രക്ഷിച്ച, ജീവിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു ദാവീദ്. തന്നെ ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ യജമാനന് തിരികെ കൊടുക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധിയുള്ളവനായിരുന്നു ദാവീദ്. അതാണ് കഴിഞ്ഞയാഴ്ച വീണ്ടും നമ്മൾ പഠിച്ചത്. താൻ ഒരാത്മാർത്ഥ സ്നേഹിതനായിരുന്നു. സ്നേഹിതന് വേണ്ടി ഏത് ത്യാഗവും ചെയ്യാൻ മനസ്സുള്ളൊരു വ്യക്തിയായിരുന്നു ദാവീദ്. യോനാഥാൻ്റെ മകൻ മേഫീബോശത്തിന് വേണ്ടി തനിക്ക് കിട്ടിയത് മടക്കി കൊടുക്കാൻ പോലും മനസ്സുവന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തി. ഇന്ന് രാത്രി അടുത്ത ചിന്തയിലേക്ക് പോകാം, പ്രാർത്ഥിക്കാം. നാഥ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ വചനം കേൾക്കുമ്പോൾ, ഈ വചനം പഠിക്കുമ്പോൾ, ഈ വചനത്തിൻ്റെ വലയത്തിലിരിക്കുമ്പോൾ നീ ഞങ്ങൾക്ക് താങ്ങും തണലുമായിരിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വചനം ഞങ്ങളുടെ ഹൃദയത്തെ ശോധന ചെയ്യണം. ഞങ്ങളെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കണം. തിരുമേനി സഹായിക്കണം. മാനവമഹത്വം എടുക്കണം. യേശുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ. സ്നേഹമുള്ള അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ദാവീദ് രണ്ട് തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സ്വഭാവവിശേഷം നമ്മൾ പഠിച്ചു. മൂന്നാമതായി ദാവീദിനെക്കുറിച്ച് പറയുന്നത്, ദാവീദ് താൻ അനുദപിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. തൻ്റെ ജീവിതത്തിലെ വീഴ്ചകൾ, താഴ്ചകൾ താൻ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞവനാണ്. 51-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ അതാണ് നാം വായിക്കുന്നത്. ദൈവമേ, നിൻ്റെ കൃപയിൻ പ്രകാരം എന്നോട് കൃപ ചെയ്യണം. നിൻ്റെ കരുണയുടെ വ്യക്തിത്വം പ്രകാരം നീ എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണം. ഞാൻ അന്യായത്തിലാണ് ഉത്ഭവിച്ചത്. പാവങ്ങളിലാണ് എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചതുപോലും. ഞാൻ നിനക്ക് വിരോധമായി പാപം ചെയ്തു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. ജീവിതത്തിൽ സംഭവിച്ച വീഴ്ചകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയുകയാണ് ഒരു വ്യക്തിക്ക് അഭികാമ്യം. ചെയ്ത തെറ്റുകൾ ദൈവത്തോട് ഏറ്റുപറയുമ്പോൾ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കും. തൻ്റെ ലംഘനത്തെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച വ്യഥ, തൻ്റെ ജീവിതത്തിലെ വീഴ്ചകൾ, തൻ്റെ താഴ്ചകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയാൻ നമുക്ക് മനസ്സിലുണ്ടാകണം. മനുഷ്യൻ പാപിയാണ്. മനുഷ്യന് ബലഹീനത സംഭവിക്കും. ആ ബലഹീനത ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. പാപം മറച്ചു വയ്ക്കരുത്, ലംഘനം മറച്ചു വയ്ക്കരുത്. ഏറ്റുപറയുക മാത്രമല്ല, ഉപേക്ഷിക്കുകയും ചെയ്യണം. അവനാണ് ഭാഗ്യവാൻ, അവനാണ് അനുഗ്രഹിക്കപ്പെട്ടവൻ. ദാവീദിൻ്റെ മൂന്നാമത്തെ സ്വഭാവം, താൻ ആയിരുന്ന അവസ്ഥ താൻ ദൈവത്തോട് ഏറ്റുപറയുകയാണ്. പാപത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു, ഞാൻ പാപിയാണ്. 40-ാം സങ്കീർത്തനത്തിൽ
ദാവീദ് ഒരു നന്ദിയുടെ സ്തോത്രം പറയുകയാണ്. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അവൻ എൻ്റെ നിലവിളി കേട്ടു. അവൻ എങ്കിലേക്ക് ചാഞ്ഞു. നാശകരമായ കുഴി, കുഴഞ്ഞ ചേറ് ഇതായിരുന്നു എനിക്കുണ്ടായിരുന്നത്. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. അവൻ എനിക്ക് ഉപകാരം ചെയ്തു. എൻ്റെ കാലുകളെ അവനൊരു പാറമേൽ നിർത്തി. എൻ്റെ ഗമനത്തെ അവൻ സ്ഥിരമാക്കി തന്നു. എൻ്റെ വായിൽ അവനൊരു പാട്ട് തന്നു. ദൈവത്തിന് സ്തുതി. എന്നെ കേൾക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, എത്രയെത്ര അപകടത്തിൽ നിന്ന്, എത്ര കുഴഞ്ഞ ചേറ്റിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാത്തു സൂക്ഷിച്ചു. എത്ര അപകടത്തിൽ നിന്ന് രോമക്കുത്തിന് പോലും കേടില്ലാതെ ദൈവം നിങ്ങളെ സംരക്ഷിച്ചു. തകർന്നു പോകുമെന്ന് വിചാരിച്ച സന്ദർഭത്തിൽ തകർക്കാതെ ഉറപ്പിച്ചു നിർത്തിയ ദൈവത്തെ മറന്നു കളയരുത്. ഒപ്പം ജനിച്ച എത്രയോ പേര് പല പള്ളിയുടെയും സെമിത്തേരിയിൽ ചീഞ്ഞുകൊണ്ടിരിക്കുന്നു. ഉണങ്ങിയ അസ്ഥികൂടങ്ങളായി, പല്ലിളിച്ച് കിടക്കുന്ന തലയോട്ടികളായി, ഗന്ധകത്തിൻ്റെ നാറ്റത്തോടുകൂടെ ഇരുളടഞ്ഞ സെമിത്തേരിയിൽ എത്ര കൂടപ്പിറപ്പുകൾ, എത്ര ഒപ്പം പ്രായമുള്ളവർ വീണില്ലാതായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, സ്വർഗത്തിലെ ദൈവം ഒരിക്കൽ കൂടെ നിന്നെ ഇവിടെ ആക്കി വച്ചിരിക്കുന്നു. നന്ദിയുടെ സ്തോത്രം പാടണം. നാശകരമായ കുഴി, കുഴഞ്ഞ ചേറ് എനിക്ക് അവകാശപ്പെട്ടത് അതായിരുന്നു. ഇതൊന്നും എനിക്ക് അവകാശപ്പെട്ടതല്ല. നീ ആയിരിക്കുന്നതൊന്നും നിൻ്റേതല്ല. ഈ പദവി നിനക്ക് അവകാശപ്പെട്ടതല്ല. ഈ സ്ഥാനം നിനക്ക് വേണ്ടതല്ല. ദൈവം ദാനമായി തന്നതാണ്. ഓർത്തുകൊള്ളണം. ദൈവത്തെ മറക്കരുത്. ദൈവത്തെ മറക്കുന്നവനെ ഓർക്കുക. അവൻ നിന്നെ കീറിക്കളയും. വിടുവിപ്പാൻ ആരും ഉണ്ടാവില്ല. പ്രിയപ്പെട്ടവരെ, ദാവീദിൻ്റെ സ്വഭാവം, താൻ തൻ്റെ അവസ്ഥയെക്കുറിച്ച് ബോധ്യമുള്ളവനാകണം. താൻ ആയിരുന്ന അവസ്ഥയെക്കുറിച്ച് തനിക്ക് അറിയാമായിരുന്നു. ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ, നാം ആരാണെന്നുള്ളത് നമുക്കൊരു ഓർമ്മ വേണം. നമ്മുടെ ജീവിതത്തിൽ എന്തായിരുന്നു എന്ന് നമ്മൾ അറിയണം. ചില വ്യക്തികൾ നാട് വിട്ടുപോയി നല്ല സാമ്പത്തിക ശേഷിയോടെ വിദേശത്ത് നിന്ന് മടങ്ങി വരുമ്പോൾ പഴയ ജീവിതശൈലി മറക്കും. എന്നെ കേൾക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഒരിക്കലും അങ്ങനെ ആകരുത്. പഴയത് ഓർക്കണം. പുറകോട്ട് തിരിഞ്ഞു നോക്കണം. ദൈവം തന്ന ഉപകാരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. ഒത്തിരി സ്റ്റെപ്പ് കയറി ഒരാൾ നടന്നു പോകുമ്പോൾ 10 സ്റ്റെപ്പ് കയറിയ ശേഷം മുമ്പോട്ട് നോക്കി, ഓ ഇനി എത്ര സ്റ്റെപ്പ് കൂടി കടന്നാലാ ഞാൻ സ്ഥലത്ത് ചെല്ലുന്നതെന്ന് വിചാരിക്കല്ല വേണ്ടത്. പുറകോട്ട് നോക്കി, ഇത്രയും സ്റ്റെപ്പ് ഞാൻ കടന്നു വന്നല്ലോ എന്ന് വിചാരിച്ചു കൊള്ളണം. ഇത്രയും നട ഞാൻ കയറി വന്നല്ലോ എന്ന് വിചാരിക്കണം. വരാനുള്ളതല്ല, ദൈവം തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. കിട്ടാനുള്ളതല്ല, കിട്ടിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. നിന്നെ അവസാനത്തെ നടയും എൻ്റെ ദൈവം ചവിട്ടിക്കും. നിന്നെ അവൻ കരകയറ്റും. നിനക്കവൻ അനുഗ്രഹം തരും. ധൈര്യമായിട്ടിരിക്കണം. പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം, അനുദപിക്കുക. തൻ്റെ ജീവിതത്തിലെ കുറവുകൾ ദൈവത്തോട് ഏറ്റുപറയുക. യെശയ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെയും ഇത് തന്നെയാണ് കാണുന്നത്. യെശയ്യാ പ്രവാചകൻ പറയുന്നത്, ഉസ്യാവ് രാജാവ് മരിച്ചപ്പോൾ, താനൊരു പ്രതിസന്ധിയിലായപ്പോൾ, തൻ്റെ ജീവിതത്തിൽ വീഴ്ചകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ താൻ എന്താ പറയുന്നത്? അയ്യോ, ഞാൻ ശുദ്ധിയില്ലാത്ത മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത ആദരമുള്ള മനുഷ്യർ, ശുദ്ധിയില്ലാത്ത ആദരമുള്ള മനുഷ്യർ വസിക്കുന്നിടത്ത് വസിക്കുന്നവൻ. ഞാൻ നശിച്ചു. എൻ്റെ ജീവിതത്തിൽ പരാജയം, എൻ്റെ ജീവിതത്തിലാകെ മൊത്തത്തിൽ അസ്വസ്ഥത. താൻ തൻ്റെ കുറ്റത്തെക്കുറിച്ച് ഏറ്റുപറയുകയാണ്. തൻ്റെ ബലഹീനത ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. അപ്പോൾ സാറാഫുകൾ ഒരുത്തൻ ഒരു കുടിലെടുത്തുകൊണ്ട് വന്ന ഒരു തീക്കട്ട തൻ്റെ വായോട് തൊടുവിച്ചു. സ്നേഹമുള്ള അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ,
നീ തകർന്നാൽ, നീ നിന്നെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താൽ, നിൻ്റെ ജീവിതത്തിൽ ചെയ്ത തെറ്റുകളെക്കുറിച്ച് നിനക്ക് ബോധ്യം വന്നാൽ സ്വർഗത്തിലെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. തീക്കട്ടയാകുന്ന യേശുവിൻ്റെ ശരീരം കൊണ്ട് അവൻ നിന്നെ അനുഗ്രഹിക്കും. ഓർക്കണം, മനസ്സിലാക്കണം, പാപങ്ങൾ ഏറ്റുപറയണം, മറച്ചു വയ്ക്കരുത്. എന്നും അസ്വസ്ഥമായിരിക്കും. ഒരു കഥ ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്. കൊച്ചു പിള്ളേർ, ഒരാങ്ങളെയും പെങ്ങളും നല്ല കൂട്ടുകാരാണ്, നല്ല സ്നേഹമാണ്, നല്ല യോജിപ്പാണ്. അപ്പൻ ഒരു ദിവസം, അപ്പനൊരു സ്വഭാവമുണ്ട്, അപ്പൻ ഒത്തിരി താറാവ് വളർത്തും. നല്ല ഇഷ്ടമാണ് താറാവ് വളർത്തുന്നത് ആ പിതാവിന്. രാവിലെ തീറ്റയെ കൊടുത്തിട്ട് അപ്പൻ കുളത്തിലേക്ക് താറാവിനെ വിട്ടേച്ച് ഓഫീസിൽ പോകും. മക്കളിടയ്ക്ക് തീറ്റ കൊടുത്ത് അതിനെ സംരക്ഷിക്കണം. ഒരു ദിവസം ഈ ആങ്ങളെക്കൊച്ച് അല്പം കുസൃതിക്കാരനാണ്. അവൻ്റെ കയ്യിലിരുന്ന ഒരു കല്ലുകൊണ്ട് ഒരു താറാവിന് ഏറ് കൊടുത്തു. അത് ചത്തുപോയി. വളരെ മക്കളേക്കാൾ കൂടുതൽ താറാവിനെ സ്നേഹിക്കുന്ന അപ്പൻ ഇതറിഞ്ഞാൽ തന്നെ ഉപദ്രവിക്കുമെന്നും തന്നെ കൊന്നുകളയുമെന്നും ഭയന്നുപോയി ആ കുഞ്ഞിറക്കൻ. അവൻ ചേച്ചിയെ വിളിച്ചു പറഞ്ഞു, സഹോദരിയെ വിളിച്ചു പറഞ്ഞു, സഹോദരി, ഈ കാര്യം ആരോടും മിണ്ടരുത്. എനിക്കൊരു കൈപ്പിഴ പറ്റിയിട്ടുണ്ട്. ഒരു താറാവ് ചത്തുപോയി. അതിനെ ഞാൻ എറിഞ്ഞു കൊന്നതാണ്. പക്ഷേ പപ്പ ഇതറിഞ്ഞാൽ എന്നെ വെച്ചേക്കില്ല. എന്നെ സഹായിക്കണം, എന്നെ രക്ഷിക്കണം. പപ്പയോട് മിണ്ടരുത്. അവൾ പറഞ്ഞു, മിണ്ടാതിരിക്കാം, പറയാതിരിക്കാം. പക്ഷെ ഒരു കാര്യം, ഞാൻ പറയുന്ന ജോലിയൊക്കെ ചെയ്തോണം, ഞാൻ പറയുന്ന പോലെ പ്രവർത്തിച്ചോണം. നീ എന്തു പറഞ്ഞാലും ഞാൻ ചെയ്തോളാം ചേച്ചി, എന്നെ ഉപദ്രവിക്കരുത്. ഓക്കെ. പിറ്റേ ദിവസം രാവിലെ അവൾ എഴുന്നേറ്റ് അവൾ ചെയ്യേണ്ടതായ ജോലി ഈ കുഞ്ഞിനെ കൊണ്ട് ചെയ്യിപ്പിച്ച് തുടങ്ങി. മിറ്റമടിപ്പിക്കലും പാത്രം കഴുകലും തുണി അലക്കലും ഒക്കെ ഈ കൊച്ചിനെ കൊണ്ടായി. പറ്റില്ല എന്നങ്ങാം അവൻ പറഞ്ഞാൽ മുന്നറിയിപ്പ് പാപ്പയോട് പറയും, പാപ്പ തന്നെ ശരിയാക്കും. ഉടനെ അവൻ വീണ്ടും ഏതടിമപ്പണിയും ചെയ്യും. ലംഘനം മറയ്ക്കുന്നവൻ പിശാചിൻ്റെ അടിമപ്പണി ചെയ്യണം. ലംഘനം മറയ്ക്കുന്നവൻ സമാധാനമില്ലാതെ എല്ലാത്തിനും അടിമയായിത്തീരണം. ഈ സഹോദരി അവനെ ഒത്തിരി ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം അവൻ തീരുമാനിച്ചു, പപ്പയുടെ കൈകൊണ്ട് ചാവുന്നതാണ് ഈ ചേച്ചിയുടെ അടിമ വേല ചെയ്യുന്നതിനേക്കാൾ നല്ലത് എന്നവന് തോന്നി. അവൻ ഒരു ദിവസം പപ്പ ഓഫീസ് വിട്ട് വരുമ്പോൾ അങ്ങ് ഓടിച്ചെന്നു. പപ്പയോട് പറഞ്ഞു, പപ്പ, ഞാനൊരു സത്യം തുറന്നു പറയാൻ പോവുകയാണ്. ഞാനൊരു ലംഘനം പപ്പയോട് ഏറ്റുപറയുകയാണ്. ഞാൻ ഇന്ന് വരെ സൂക്ഷിച്ച ഒരു വലിയ രഹസ്യം പപ്പയോട് പറയാൻ പോവുകയാണ്. എന്താ രഹസ്യം? പപ്പ എന്നെ കൊല്ലരുത്, എന്നെ തല്ലരുത്, എന്നോട് ക്ഷമിക്കണം. എന്താ മോനെ? എൻ്റെ കൈ കൊണ്ട് ഒരബദ്ധം പറ്റിയാണ് ആ താറാവിനെ കൊന്നത്. അതിൻ്റെ പേരിൽ ചേച്ചി എന്നെ ഒത്തിരി വേദനിപ്പിക്കുന്നുണ്ട്. ആ പപ്പയുടെ ഹൃദയം നുറുങ്ങി. ആ പപ്പ ചോദിച്ചു, മോനെ, നീ ഇത്രയും നാൾ എന്തിനീ രഹസ്യം മറച്ചു വെച്ചു? നീ ഇത്രയും നാൾ ഈ ലംഘനം എന്തിനു മറച്ചു വെച്ചു? ഞാൻ നിൻ്റെ പപ്പയാണ്, ഞാൻ നിൻ്റെ അപ്പനാണ്, നിന്നെ സൃഷ്ടിച്ചവനാണ് ഞാൻ. നിന്നെ കഴിഞ്ഞിട്ടേ എനിക്ക് ഈ ലോകത്തിൽ എന്തെങ്കിലും ഉള്ളൂ. നീ എന്താണ് കാടത്തരം കാണിച്ചത്? കെട്ടിപ്പിടിച്ചുമ്മ കൊടുത്തു. ഇതൊന്നും പെങ്ങൾ അറിയുന്നില്ല. പിറ്റേ ദിവസം പപ്പ പോയി കഴിഞ്ഞപ്പോൾ അവൾ പഴയതുപോലെ വന്ന് ഇവനോട് ജോലി ചെയ്യാൻ ആവശ്യപ്പെട്ടു, പേടിപ്പിച്ചു, അടിമയാക്കാൻ ശ്രമിച്ചു. അവൻ ധൈര്യമായിട്ട് അവളോട് പറഞ്ഞു, മനസ്സില്ല. അവൾ പറഞ്ഞു, പപ്പയോട് പറയും. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു, ചെന്ന് പറഞ്ഞേരെ. എന്താ കാര്യം? ലംഘനം ഏറ്റുപറഞ്ഞു, പാപം ഏറ്റുപറഞ്ഞു, മറച്ചു വെച്ചില്ല. അനുഗ്രഹം കിട്ടി. അനുദപിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടും. പാപം ഏറ്റുപറയുന്നവൻ ജീവിതത്തിൽ ജയിക്കും. ദൈവസന്നിധിയിൽ കരയണം. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. എന്ന് അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ദാവീദിൻ്റെ മൂന്നാമത്തെ സ്വഭാവം, അവൻ അനുദപിച്ച പാപിയാണ്. ജീവിതത്തിൽ വീഴ്ചയെക്കുറിച്ച് അവന് ബോധ്യം വന്നു. അവനെ ദൈവം അനുഗ്രഹിച്ചു. ഇന്ന് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദാവീദിൻ്റെ നാലാമത്തെ സ്വഭാവം, സങ്കീർത്തനം 18-ാം അധ്യായം 1-ാം വാക്യത്തിൽ അത് കിടക്കുന്നുണ്ട്. സങ്കീർത്തനം
18:1 ദാവീദ് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു. ദൈവമേ, നീ എൻ്റെ സങ്കേതം, നീ എൻ്റെ ശൈലം, നീ എൻ്റെ കൊമ്പ്, എല്ലാം നീയാണ് എനിക്ക്. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിച്ചൊരു വ്യക്തിയാണ് ദാവീദ്. അതുകൊണ്ടാണ് യഹോവയായ ദൈവം ദാവീദിനെക്കുറിച്ച് പറഞ്ഞത്, എൻ്റെ ഹൃദയപ്രകാരമുള്ള പുരുഷൻ, അവനെൻ്റെ ഹൃദയപ്രകാരമാണ്. വളരെ ഓർക്കുക, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നവൻ ഭാഗ്യവാനാണ്. മനസ്സില്ല മനസ്സോടെയല്ല, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കണം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. പൂർണ്ണമായിരിക്കണം, പകുതിയല്ല, 50%, 25%, 75%, 100%. പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടുകൂടി നീ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവം നിന്നെ അനുഗ്രഹിക്കും. ദൈവത്തോട് കരയുക, ദൈവം നിന്നെ അനുഗ്രഹിക്കും. ആഖാർ തൻ്റെ മകൻ ഇസ്മായേൽ മരുഭൂമിയിൽ ഒരു തുള്ളി വെള്ളം കിട്ടാതെ മരിക്കുമെന്ന് ഉറപ്പായി. അവൾ എന്തു ചെയ്തു? മുട്ടുമടക്കി ചുട്ടുപടുത്ത മണലിൽ പൊട്ടിക്കരഞ്ഞു. സ്വർഗത്തിലെ ദൈവം ശബ്ദമുയർത്തി വിളിച്ചു, ആഖാർ, ആഖാർ. അവൾ തിരിഞ്ഞു നോക്കി, ഒരു ഉറവ അവിടെ കണ്ടു. എഴുന്നേറ്റ് ചെന്നു, മകനെ കുടിപ്പിച്ചു, യാത്ര പുറപ്പെട്ടു. പൂർണ്ണ വിശ്വാസം നിന്നെ സംരക്ഷിക്കും. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ജനത്തിൻ്റെ നടുവിൽ, പുരുഷാരത്തിൻ്റെ നടുവിൽ, തിക്കും തിരക്കുമുള്ള അന്തരീക്ഷത്തിൽ നടന്നുപോയപ്പോൾ ഒരു സ്ത്രീ ഓടിച്ചെന്ന്, രക്തസ്രാവക്കാരി സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തുമ്പേ തൊട്ടു. അവൾക്ക് സൗഖ്യം കിട്ടി. അവൾ പൂർണ്ണമായും വിശ്വസിച്ചു, യേശുവിനെ തൊട്ടാൽ, അവൻ്റെ വസ്ത്രത്തിന്മേൽ പോലും തൊട്ടാൽ സൗഖ്യം കിട്ടുമെന്ന് വിശ്വസിക്കുകയാണ്. പൂർണ്ണമായ വിശ്വാസം. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പിന്നെ ആരാണ് പ്രതികൂലം? വിശ്വസിക്കണം. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, വിശ്വാസത്തോടെ നിങ്ങൾ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ അത് ലഭിക്കും. പൂർണ്ണ വിശ്വാസത്തോടെ ദൈവത്തോട് ചോദിച്ചാൽ ദൈവം തരും. പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഓർക്കുക, ബുദ്ധിയില്ല, മണ്ടൻ എന്ന അധ്യാപകർ നിന്നെക്കുറിച്ച് വിധി എഴുതിയാൽ വേദനിക്കരുത്. ബുദ്ധിമാനായ ദൈവം നിനക്ക് ബുദ്ധി പറഞ്ഞു തരും. നീ അവനെ അന്വേഷിച്ചാൽ മതി. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് ദൈവം അന്വേഷിക്കും. ദൈവത്തെ അന്വേഷിക്കുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധി. ദൈവത്തെ തിരിച്ചറിയുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധി. വണ്ണം വെളുത്ത യുവമേനിയും ചീകിപ്പകുത്ത തലമുടിയും അഴകും. ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തി ക്ഷയിച്ചു പോകില്ല. അവൻ നാൾക്ക് നാൾ സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തും. ബാല്യക്കാർ ക്ഷീണിച്ചു പോകും, യൗവനക്കാരും ഇടറി വീഴും. യഹോവയെ കാത്തിരിക്കുന്നവർ നാൾക്ക് നാൾ ശക്തിയെ പുതുക്കും. ഏറ്റവും സ്നേഹമുള്ള അനുഗ്രഹിക്കപ്പെട്ടവരെ പൂർണ്ണ മനസ്സോടെ ആയിരിക്കണം. ഒരാൾക്കൊരു ഭക്ഷണം കൊടുക്കുമ്പോൾ പരിപൂർണ മനസ്സോടെ കൊടുക്കണം. എങ്കിലേ ആ ഭക്ഷണം കഴിക്കുന്നവന് ദഹിക്കുകയുള്ളൂ, അവന് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റത്തുള്ളൂ. അല്പമേ കൊടുത്തുള്ളെങ്കിലും അത് അലിവോടെ കൊടുക്കണം, അവനത് പ്രയോജനപ്പെടും. ഭിക്ഷക്കാരൻ വീട്ടിൽ വരുമ്പോൾ കൊടുത്തിട്ട് ശകാരിക്കരുത്, മേലാൽ ഇവിടെ വരരുത്, വന്നത് വന്നു, ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുത്താൽ നിങ്ങൾ കൊടുത്തതിനേക്കാൾ നല്ലതായിരുന്നു കൊടുക്കാതിരിക്കുന്നത്. സ്നേഹമുള്ള അനുഗ്രഹിക്കപ്പെട്ടവരെ, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുക, നല്ല മനസ്സോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുക.
ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ കൃപ നമ്മോട് കൂടെ ഉണ്ടാകും. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുമെന്ന് മാർത്തയോട് യേശു പറഞ്ഞു. അതുകൊണ്ടാണ് വിശ്വസിക്കണം. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ആങ്ങള മരിക്കില്ലായിരുന്നു എന്നുള്ള അവിശ്വാസത്തിൻ്റെ പല്ലവിയല്ല നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ദൈവമേ, നിനക്ക് കഴിയും, നിനക്ക് സാധ്യമാകും. ദാവീദ് പുത്ര, ദാവീദ് പുത്ര, എന്നോട് മനസ്സലിയണം, എൻ്റെ മേൽ കരുണ ചെയ്യണം. പ്രാർത്ഥിക്കണം. ദൈവം നിന്നെ അനുഗ്രഹിക്കും. ദൈവം നിൻ്റെ കൂടെ ഇരിക്കും. പ്രാർത്ഥിക്കണം. പൂർണ്ണ മനസ്സോടെ ആയിരിക്കണം. ചെയ്യുന്നതെല്ലാം പൂർണ്ണ മനസ്സോടെ. നിജസ്ഥിതി ഒന്നും മറച്ചു വയ്ക്കരുത്. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ പഠിക്കുമ്പോൾ ഒരു സ്ത്രീ എന്നിട്ട് പ്രവാചകനോട് അപേക്ഷിക്കുകയാണ്. എൻ്റെ ഗുരു, എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. എൻ്റെ ഭർത്താവ് നിൻ്റെ ദാസൻ യഹോവ ഭക്തൻ. പൂർണ്ണ മനസ്സോടെയാണ് ആ സ്ത്രീ ഉള്ള കാര്യം തുറന്നു പറയുന്നത്. ഒന്നും മറച്ചു വച്ചിട്ടില്ല. എൻ്റെ ഭർത്താവ് നിൻ്റെ ദാസൻ യഹോവ ഭക്തൻ മരിച്ചുപോയി. എൻ്റെ മക്കൾ കടക്കാരുടെ കയ്യിലായിപ്പോയി. ഒരു നിവൃത്തിയില്ല. വിടുവിക്കാനൊരു മാർഗവുമില്ല. ഉള്ളതുപോലെ പൂർണ്ണമായി നീ ദൈവസന്നിധിയിൽ നിൻ്റെ കഷ്ടപ്പാടുകൾ പറയാം, നിൻ്റെ പ്രയാസങ്ങൾ പറയാൻ മറച്ചു വയ്ക്കരുത്. പ്രവാചകൻ്റെ ഒരു ചോദ്യം തിരിച്ചു ചോദിച്ചു, നിൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? അപ്പോഴും അവൾ ദുരഭിമാനം കാണിച്ചില്ല. അവൾ പറഞ്ഞു, ഉള്ള അവസ്ഥ പൂർണ്ണ മനസ്സോടെ ഒരു ഭരണി എണ്ണയാണ്. നിനക്കുള്ളത് പൂർണ്ണ മനസ്സോടെ ദൈവത്തോട് പറയണം. നിൻ്റെ അവസ്ഥ പൂർണ്ണ മനസ്സോടെ ദൈവത്തിന് വിട്ടുകൊടുക്കണം. ഉള്ളത് മതി. വലിയ പാരമ്പര്യമോ വലിയ സ്ഥാനമോ മാനമോ ഒന്നുമല്ല നീ പറയേണ്ടത്. ഞാനൊരു പാപിയാണ്. അതാണ് ഉള്ള അവസ്ഥ. ഞാനൊരു രഹസ്യ ജീവിതത്തിൽ വീഴ്ച പറ്റിയവനാണ്. ഞാൻ കൊടുക്കൽ വാങ്ങലിൽ വീഴ്ച പറ്റിയവനാണ്. ഞാൻ ആരാധനയിൽ എനിക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ട്. സഹോദര ബന്ധത്തിൽ എനിക്ക് വിള്ളലുണ്ടായിട്ടുണ്ട്. പ്രതീക്ഷിക്കാത്തതൊക്കെ ചെയ്തു പോയി. എന്നോട് ക്ഷമിക്കണം, കരുതണം, അനുഗ്രഹിക്കണം, എന്നെ കഴുകണം. നിൻ്റെ സ്വഭാവമുണ്ട്. പ്രവാചകൻ അനുഗ്രഹിക്കുന്നില്ലേ? കാലിപ്പാത്രങ്ങൾ കടം വാങ്ങുന്നില്ലേ? കടം വാങ്ങപ്പെട്ട കാലിപ്പാത്രത്തിൽ മുഴുവൻ എണ്ണ നിറയുന്നില്ലേ? എണ്ണ വിറ്റ് കടക്കാരുടെ കയ്യിൽ നിന്നും മക്കളെയും ബാക്കിയുള്ളത് കൊണ്ട് ഉപജീവനവും കൂടി കഴിക്കുന്നില്ലേ? സ്നേഹമുള്ള ദൈവമക്കളെ, പൂർണ്ണ മനസ്സോടെ ദൈവത്തെ സ്തുതിക്കുക. നിജസ്ഥിതിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഉള്ളതുപോലെ ദൈവത്തോട് സമർപ്പിച്ചു കൊടുക്കുക. നിൻ്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ദാവീദിൻ്റെ ജീവിതത്തിലെ 4 സവിശേഷതകൾ തുടർന്ന് അടുത്ത എപ്പിസോഡിൽ ദൈവമക്കളുമായി അടുത്ത സവിശേഷതകൾ പ്രസംഗിക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഈ നല്ല സമയത്തിനായി വീണ്ടും നിന്നെ സ്തുതിക്കുന്നു. ദാവീദിൻ്റെ ജീവിതത്തിലെ ചില വിഷയങ്ങൾ, ദാവീദിൻ്റെ ജീവിതത്തിലെ ചില സവിശേഷതകൾ ഞങ്ങൾ കേട്ടു, മനസ്സിലാക്കി. ഞങ്ങളെ അനുഗ്രഹിക്കണം. വീഴ്ചകളും താഴ്ചകളും ഏറ്റുപറയാനുള്ള മനസ്സ് തരണം. അനുഗ്രഹിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.